എല്ലാ കൂട്ടുകാർക്കും കുടുംബത്തിനും സുഖുവിൻ്റെയും കുടുംബത്തിൻ്റെയും ഹാപ്പി വിഷു. ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്, ക്ഷീണിച്ചൊക്കെ നിൽക്കുകയാണ്. അതേപോലെ തന്നെ ക്ഷീണിച്ച് ഞാനിവിടെ ഇരിക്കുകയാണ്. നമ്മുടെ മൊത്തത്തിൽ ആഘോഷമായിരുന്നു കേട്ടോ. അവിടെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ടാണ് സുഖു ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോഴേ നമ്മൾ രാവിലെ കണിയൊക്കെ കണ്ടിട്ട് 3 അമ്പലത്തിൽ പോയി രാവിലെ. അപ്പോഴിവിടെ സപ്താഹം നടക്കുന്നു, അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഊണ് നമ്മൾ അവിടെ നിന്നായിരുന്നു, അമ്പലത്തിൽ നിന്നായിരുന്നു കേട്ടോ. അവിടെ പരിപ്പും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളാക്കിയിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെയും നമ്മളെല്ലാം ഒരുക്കി അവിടെ അമ്പലത്തിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ കണിയാണ് കേട്ടോ. അവിടെ എല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ആൾക്ക് സന്തോഷമായെന്ന് തോന്നുന്നു കേട്ടോ. ദേ ആളിങ്ങനെ നിൽക്കുകയാണ്, ഓടക്കുഴലൊക്കെ ഊതിങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഓടക്കുഴൽ കാണിക്കുന്ന കണ്ട വേറെ വല്ലതുമൊക്കെ നിങ്ങളുടെ വിചാരിക്കും. ഇങ്ങനെ കണ്ടല്ലേ കണ്ണന് ഓടക്കുഴൽ ഊതി നിൽക്കുന്നേ, ഇങ്ങനല്ലേ? എനിക്കറിയത്തില്ല കേട്ടോ കറക്റ്റായിട്ട് എങ്ങനെ നമ്മൾ ഓടക്കുഴൽ ഊതുന്നേ. മോനെ ഓടക്കുഴൽ എന്ത് ചെയ്യടാ? ഞാൻ ഇന്നലെ രാത്രിയിൽ ഇവിടെ ഓടക്കുഴൽ ഊതിക്കൊണ്ട് നടന്നിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ വെച്ചില്ല. മോനെ അമ്മയുടെ ഓടക്കുഴൽ ഇങ്ങോട്ടൊന്ന് എടുത്തോണ്ട് വാ. നമ്മളിവിടെ എവിടെയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ഓടക്കുഴൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ നമ്മളതിനകത്ത് ഇവിടെ പാട്ട് പാടുമ്പോൾ വേറെ രീതിയിലൊക്കെ ഉള്ള പാട്ടാണ് നമ്മൾ ഇട്ടത്. എന്റെ മോനെ നമ്മളിവിടെ ഇന്നലെ ഞാൻ ഇവിടെ വെക്കണമെന്ന് പറഞ്ഞ് ഇവിടെ എടുത്തു വെച്ചിരുന്നു. ഓടക്കുഴലിൽ ഞാൻ ഇവിടെ ഇത് പറയുന്നുണ്ട്. അവിടെ നമ്മൾ അടിച്ചു പൊളിച്ചു, എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു ഞാൻ കേട്ടോ. അവിടെ എല്ലാവരുടെയും കണിയും ഒക്കെ ഞാൻ കണ്ടു കേട്ടോ. എല്ലാവരും ഷോർട്ടിലും വീഡിയോയ്ക്കകത്തൊക്കെ കണ്ടു, എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ കണ്ടു. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ എല്ലാ വീട്ടമ്മമാരും 2 ദിവസം തിരക്കാണ് അല്ലേ. നമുക്ക് കാണുന്നുണ്ട്, എല്ലാവരുടെയും വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് കമൻറ്റ് അയക്കാൻ ഒക്കുന്നില്ല കേട്ടോ. എല്ലാവർക്കും ലൈക്കൊക്കെ തരുന്നുണ്ട് കേട്ടോ. കമൻറ്റ് അയക്കാൻ നമുക്ക് ഇരുന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാൻ സമയമില്ല കേട്ടോ. അതുകൊണ്ടാണ് എല്ലാവരുടെയും വീഡിയോ നമ്മൾ കണ്ടു കേട്ടോ. ഞാനും തിരക്കിലായിരുന്നു, നിങ്ങളും തിരക്കൊക്കെ ആയിരുന്നെന്ന് എനിക്കറിയാം. ഇന്ന് നമ്മൾ 3 അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞില്ലേ. ഒരുപാട് സമയം നമ്മൾ നിന്നത് നമ്മുടെ മലനട ക്ഷേത്രത്തിലായിട്ട് അപ്പൂപ്പൻ്റെ അടുത്താണ് ഞങ്ങൾ ഒരുപാട് സമയം ഇന്ന് നിന്നത്. അവിടുത്തെ വിശേഷങ്ങൾ ഒക്കെ ഒന്ന് കാണാം. ഞാൻ ഉത്സവത്തിന് പോയപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു, അത്രയ്ക്ക് തിരക്കായിരുന്നു. ഭയങ്കര ആളായിരുന്നു. അതുകൊണ്ട് തന്നെ പോയിരുന്നെങ്കിലും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ അപ്പൂപ്പനെ ആൽത്തറയൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇച്ചിരി അഭിനയമൊക്കെ ഞാനും അവിടെ നടത്തി കേട്ടോ. പക്ഷേ നല്ല രസമാണ് കേട്ടോ. അവിടെ നമുക്ക് ഷോർട്ടിലൊക്കെ അഭിനയിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പൂപ്പനും അതിഷ്ടമാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. വീഡിയോ ഒക്കെ എടുക്കാം നമുക്ക് കേട്ടോ. അതിനകത്ത് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇന്ന് കേട്ടോ. നമ്മുടെ അപ്പൂപ്പന് ഇഷ്ടം എന്താ? വെറ്റില, അടയ്ക്ക, അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. അതൊക്കെയാണ് അവിടുത്തെ നേർച്ചകളും കാര്യങ്ങൾ. കള്ള് പിന്നെന്താ കോഴി, അതൊക്കെ നമ്മൾ നേർച്ചയായിട്ട് കൊടുക്കും. പിന്നെ ആട്, പശു. ഞാനിന്ന് പാവം 3-4 പേര് അവിടെ നിന്നേ അവർക്ക് തീറ്റയൊക്കെ കൊടുത്തു. ഒന്നും ഇല്ലായിരുന്നു തീറ്റ. പിന്നെ അവിടെ ആരൊക്കെ നട്ടിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഇല തറയെ വീണ അതൊരു 2-3 എല്ലാവർക്കും ഞാൻ കൊടുത്ത് അഡ്ജസ്റ്റൊക്കെ ചെയ്ത്. അല്ലാതെ ഞാനിപ്പോൾ എന്താ കൊടുക്കുന്നത്? അവരുമായിട്ടൊക്കെ നിന്ന് ഇച്ചിരി നേരെ വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇനി പോന്നു. പിന്നാണ് നമ്മൾ അടുത്ത അമ്പലത്തിൽ പോയത്. സപ്താഹം നടക്കുന്നിടത്ത് പോയി ഉച്ചയ്ക്ക്. നമ്മുടെ മലനട അമ്പലത്തിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് എടുത്തു വെച്ചേക്കുന്നത്. എല്ലാവർക്കും അപ്പൂപ്പൻ്റെ അനുഗ്രഹങ്ങൾ എന്നെ കാണുന്ന നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന നമ്മുടെ അപ്പൂപ്പനെ ഒരുപാട് അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം അവിടെ പോകുന്നത്. നമ്മളിവിടെ ഇരുന്ന് എന്നും നമ്മൾ വിളിക്കുന്നുണ്ടല്ലോ, വിളക്കിൻ്റെ മുന്നിൽ വരുമ്പോൾ എന്നും വിളിക്കുന്നുണ്ട് നമ്മുടെ അപ്പൂപ്പനെ കേട്ടോ. വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന നമ്മുടെ അപ്പൂപ്പൻ്റെ അമ്പലത്തിലെ ആൽത്തറയിലെ വിശേഷങ്ങളാണ് ഇന്ന് സുപ്പ് കാണിച്ചിരുന്നത് കേട്ടോ. എല്ലാവരും കണിയൊക്കെ ഒരുക്കിയല്ലോ. എല്ലാവരും കണിയൊക്കെ ഒരുക്കി. എല്ലാം കിട്ടിയല്ലോ, ചക്ക മാങ്ങ എല്ലാം കിട്ടിയല്ലോ. ഞാൻ ഫുള്ളായിട്ട് തേങ്ങ വാങ്ങിച്ചെന്ന് പറഞ്ഞല്ലോ, അതിവിടെ വെച്ചിട്ടുണ്ട്. അല്ലാത്തത് നമ്മൾ പൊതിച്ച് അല്ലാതെ കുളത്തിനകത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ സംഭവങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്.
അപ്പോഴും നമുക്ക് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോഴും നല്ല മഴയൊക്കെ വരുന്നുണ്ട് ഇവിടെ കേട്ടോ, ഭയങ്കരമായിട്ടുള്ള മഴ, നല്ല കോളൊക്കെ വരുന്നു. അതിന് മുന്നേ നമുക്ക് നമ്മുടെ വീഡിയോയൊക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ വരാം കേട്ടോ. മഴയൊക്കെ വരുന്നതിന് മുന്നേ നിങ്ങൾ ഓടിപ്പോയാൽ എന്ത് ചെയ്യും? മഴയ്ക്ക് മുമ്പ് നമ്മുടെ വീഡിയോയൊക്കെ ഒന്ന് കാണാമല്ലേ. ഇന്നത്തെ വിശേഷം നമ്മുടെ മലനട ക്ഷേത്രത്തിലെ വിശേഷങ്ങളായിട്ടോ. അടിപൊളിയാണ് അത് കാണാൻ. അവിടെ ചെല്ലണം നമുക്ക്. അതിൻ്റെ വയലൊന്നും എടുത്തില്ല കേട്ടോ, വയലൊന്നും എടുക്കാൻ സമയം കിട്ടിയില്ല. അതിന് മുന്നേ നമ്മൾ പോകുന്നു. വയലൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഉത്സവമൊക്കെ കഴിഞ്ഞ പ്രതീതി, അത് ഉത്സവമൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ ഇരുന്നേരമൊക്കെ നമുക്ക് അവിടെ ചിലവഴിക്കാൻ സമയം കിട്ടുവാണെങ്കിൽ രാവിലെയും വൈകിട്ടൊക്കെ അവിടെ ചെന്ന് ഇരിക്കാൻ നല്ലത്. വയലിലെ കാറ്റൊക്കെ അടിച്ച് നേരെ ഇരിക്കാൻ നല്ല രസമാണ്. മക്കളും ചേട്ടന്മാരുമായിട്ടൊക്കെ കേട്ടോ. അടുത്തുള്ളവരൊക്കെ പോയി ഇരിക്കണം കേട്ടോ. എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാനും പോയി ഇരിക്കാറൊന്നുമില്ല, എന്നാലും നമ്മുടെ ആൾക്കാരോടൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ചേട്ടാ നോക്കാൻ ഈ സുപ്പുനെ നോക്കി, എന്തുവാടാ നീ ചെറയുന്ന എന്നെ കണ്ടപ്പോൾ? ഓ ഭയങ്കര ക്ഷീണം രാവിലെ. ഇവരെ എല്ലാവരെയും രാവിലെ നേർച്ച കൊണ്ടുവന്ന് കെട്ടിയേക്കും കേട്ടോ. എടാ ഇനി ഇല്ല നിനക്കില്ല, പാവം ഇല്ലടാ, ഒറ്റ ഒരു ഇല പൊഴിഞ്ഞു വീഴുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? അവരെയും ഇവരെ രണ്ടുപേരെയും രാവിലെ കൊണ്ട് നേർച്ച കെട്ടിയേക്കാം. നമ്മുടെ അപ്പൂപ്പൻ്റെ ആൽത്തറ കണ്ടോ? രാവിലെ ഇതിലും ആളുണ്ടായിരുന്നു. നമ്മൾ വരുന്ന സമയത്ത് ഇതിലും ആളായിരുന്നേ. അപ്പൂപ്പ എല്ലാ
എല്ലാവരെയും കാത്തോളേ. ചെറുതുണ്ടോ ചെറിയതാണോ? ഇതിന്റെ പേര് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ ഈ ഫോണിൽ വിളിച്ചിട്ട്